മുഴു പട്ടിണിയിൽ നിന്നും ഫുട്ബോളിനെ പ്രണയിച്ചു വന്നവൻ. 15-ാം വയസ്സിൽ ഹൃദയസംബന്ധമായ രോഗം കാരണം ഇനി ഒരിക്കലും ഫുട്ബോൾ കളിക്കാൻ കഴിയില്ലെന്ന് ഡോക്ടർമാർ വരെ വിധിയെഴുതിയവൻ. എന്നാൽ ഇന്ന് ഫുട്ബോളിലെ തന്നെ ഇതിഹാസമായ ക്രിസ്ത്യാനോ റൊണാൾഡോ. ആ ക്രിസ്ത്യാനോ റൊണാൾഡോവിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. പോർച്ചുഗലിലെ ഫെഞ്ചൽ എന്ന് പറയുന്ന ഒരു കടലോര ഗ്രാമത്തിലെ ഒരു സ്കൂളിലെ കുക്കായിരുന്നു റൊണാൾഡോയുടെ അമ്മ. ആ സ്കൂളിലെ ജോലി കഴിഞ്ഞ് അവിടെ നിന്ന് മിച്ചം വരുന്ന ആഹാരം കൊണ്ടുപോയി വീട്ടിൽ കൊടുത്തായിരുന്നു അവർ അവരുടെ 3 കുട്ടികളെ പോറ്റിയിരുന്നത്. എന്നാൽ ഇതേ സമയത്താണ് അവർ വീണ്ടും പ്രഗ്നൻ്റ് ആവുന്നത്. എന്നാൽ ഈ ഒരു പട്ടിണിയും ദാരിദ്ര്യവും നിറഞ്ഞ ഈ ഒരു സന്ദർഭത്തിൽ ആ കുടുംബത്തിന് 4ാമതൊരു കുഞ്ഞ് എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ റൊണാൾഡോയുടെ അമ്മ റൊണാൾഡോ വയറ്റിലുള്ള സമയത്ത് ചൂടുള്ള ബിയറും മറ്റും കുടിച്ചുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ അബോർഷൻ ചെയ്യാനായി പല പ്രാവശ്യം ശ്രമിച്ചതാണ്. എന്നാൽ വിധിയെ തടുക്കാൻ ആർക്കുമാവില്ല എന്ന് പറയുന്നത് പോലെ തന്നെ എല്ലാത്തിനെയും മറികടന്നുകൊണ്ട് 1985 ഫെബ്രുവരി 5-ന് അവൻ ജനിക്കുകയാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ. റൊണാൾഡ് റീഗൻ എന്ന് പറയുന്ന നടൻ്റെ കടുത്ത ആരാധകനായിരുന്ന അവൻ്റെ തോട്ടം തൊഴിലാളിയായിരുന്ന അച്ഛനാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ഈ ഒരു പേരിടുന്നത്. ചെറുപ്പം മുതലേ റൊണാൾഡോ അടുത്തുള്ള സമയങ്ങളിൽ എപ്പോഴും അച്ഛൻ കൂടുതലായി പറയുന്നത് ഫുട്ബോളിനെ കുറിച്ച് തന്നെയായിരുന്നു. ഇങ്ങനെ ചെറുപ്പം മുതലേ ഈ ഒരു ഫുട്ബോളിനെ കുറിച്ച് കേട്ടുപഠിച്ചതുകൊണ്ട് തന്നെ റൊണാൾഡോക്ക് ഫുട്ബോൾ എന്ന് പറയുന്നത് വെറുമൊരു കളിയല്ലായിരുന്നു, മറിച്ച് അദ്ദേഹത്തിനതൊരു ആവേശമായിരുന്നു. എന്നാൽ റൊണാൾഡോയുടെ ചെറുപ്പകാലം എന്ന് പറയുന്നത് വളരെ ദാരിദ്ര്യം നിറഞ്ഞതായിരുന്നു. സ്കൂളിൽ നിന്നും അമ്മ കൊണ്ടുവരുന്ന ഭക്ഷണത്തിനു വേണ്ടി 4 കുട്ടികളും കാത്തിരിക്കുകയായിരുന്നു ചെയ്യാറ്. അത് കഴിച്ചായിരുന്നു അവർ അവരുടെ വിശപ്പ് അകറ്റിയിരുന്നത്. എന്നാൽ ഈ ഒരു സന്ദർഭത്തിൽ പോലും റൊണാൾഡോക്ക് ഫുട്ബോൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവശ്വാസമായിരുന്നു. അതിനുവേണ്ടി കഠിനമായി തന്നെ അദ്ദേഹം പ്രയത്നിക്കുമായിരുന്നു. സ്കൂളിൽ പോവുകയാണെങ്കിൽ പോലും പല ക്ലാസ്സുകളിലും റൊണാൾഡോ ഉണ്ടാവില്ലായിരുന്നു. അതിന് പല ടീച്ചർമാരും അമ്മയോട് പരാതി പറയും, ഈ ഫുട്ബോൾ കൊണ്ട് അവനൊന്നും നേടാനാവില്ല, ഈ ഫുട്ബോൾ അവനെ എവിടെയും എത്തിക്കില്ല. എന്നാൽ ടീച്ചേഴ്സിൻ്റെയും മറ്റുള്ളവരുടെയും ഈ വാക്കുകളൊന്നും അവനെ തളർത്തിയില്ല. അവന് ഫുട്ബോൾ എന്ന് പറയുന്നത് വെറുമൊരു കളിയല്ലായിരുന്നു, അതവൻ്റെ പാഷനായിരുന്നു, അല്ലെങ്കിൽ അവൻ്റെ ഒരു ജീവശ്വാസം തന്നെയായിരുന്നു ഫുട്ബോൾ. അങ്ങനെ അതിൽ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ അവൻ മുന്നോട്ട് പോവുകയാണ്. എന്നാൽ ഫുട്ബോൾ ലോകത്തെ അദ്ദേഹത്തിൻ്റെ ഒരു നായികക്കല്ല് എന്ന് പറയുന്നത് റൊണാൾഡോയുടെ 8ാം വയസ്സിൽ അദ്ദേഹത്തിന് ഒരു ലോക്കൽ ക്ലബ്ബിൽ സെലക്ഷൻ ലഭിക്കുകയാണ്. അങ്ങനെ ഈ ക്ലബിന് വേണ്ടി റൊണാൾഡോ കഠിനമായി പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തന്നെ നന്നായി കളിക്കുമായിരുന്നു. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ 10ാം വയസ്സിൽ നാഷണൽ ക്ലബിലേക്ക് റൊണാൾഡോയെ സെലക്ട് ചെയ്യുകയാണ്. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള പ്രയത്നം കണ്ടുകൊണ്ട് തന്നെ 12ാം വയസ്സിൽ ലിസ്ബൺ പോർച്ചുഗൽ എന്ന ക്ലബിലേക്ക് ഇദ്ദേഹത്തെ തിരഞ്ഞെടുക്കപ്പെടുകയാണ്. എന്നാൽ അവിടെയും റൊണാൾഡോയെ വിധി ചതിക്കുകയാണ്. പെട്ടെന്ന് 15ാം വയസ്സിൽ അദ്ദേഹത്തിനൊരു ഹൃദ്രോഗം ബാധിക്കുകയാണ്. ഇതിനെ തുടർന്ന് ഡോക്ടേഴ്സെല്ലാം റൊണാൾഡോക്ക് ഇനി ഫുട്ബോൾ കളിക്കാൻ കഴിയില്ല എന്ന് തന്നെ പറയുകയാണ്. എന്നാൽ ആ ഒരു സമയത്തും വിധി മാറ്റി എഴുതുക എന്നൊക്കെ പറയുന്നത് പോലെ റൊണാൾഡോയെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ലിസ്ബൺ പോർച്ചുഗൽ തന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ ചിലവും ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹത്തിന് ലേസർ ശസ്ത്രക്രിയ ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ലേസർ ചികിത്സയിലൂടെ അദ്ദേഹം വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്. ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് അധിക നാളുകൾ കാത്തിരിക്കാൻ റൊണാൾഡോ തയ്യാറല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ റൊണാൾഡോ ഫുട്ബോൾ ലോകത്തേക്ക് വീണ്ടും ബൂട്ടിട്ടിറങ്ങുകയാണ്. പിന്നീട് ഈ ഫുട്ബോൾ ലോകത്ത് റൊണാൾഡോ സൃഷ്ടിച്ചത് വലിയ വലിയ ഇതിഹാസങ്ങളായിരുന്നു. റൊണാൾഡോയുടെ ജീവിതത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ പോലും അദ്ദേഹം കിട്ടുന്ന സമ്പാദ്യം മുഴുവൻ ദൂർത്തടിച്ച് കളയാതെ പാവങ്ങൾക്ക് കൊടുക്കുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു. എല്ലാവരോടും സ്നേഹവും കരുണയുമുള്ള ഒരു വ്യക്തി കൂടിയാണ് റൊണാൾഡോ. കൂടാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ വേൾഡ് വിഷൻ, സേവ് ദ ചിൽഡ്രൻ, യുനിസെഫ് എന്നീ സംഘടനകളുടെ എല്ലാം അംബാസിഡർ കൂടിയാണ് അദ്ദേഹം. എന്നാൽ വെറുതെ ഒരു അംബാസിഡർ സ്ഥാനം അലങ്കരിച്ചു കൊണ്ടിരിക്കുക എന്നതിനു പകരം അദ്ദേഹത്തിന് കിട്ടുന്ന എല്ലാ സമ്പാദ്യവും ഈ ഒരു സംഘടനകളിലേക്ക് സംഭാവന ചെയ്യുക എന്ന മറ്റൊരു കാര്യം കൂടി അദ്ദേഹം ചെയ്യുന്നുണ്ട്. റൊണാൾഡോ 2011 തൻ്റെ ഗോൾഡൻ ബൂട്ട് ലേലത്തിൽ വെക്കുകയും അതിൽ നിന്ന് 1.2 മില്യൺ പൗണ്ട് ലഭിക്കുകയും എന്നാൽ ഈ ഒരു പണം അദ്ദേഹം എടുക്കുന്നതിന് പകരം ഗാസയിലെ കുട്ടികളുടെ പഠനത്തിന് നൽകുകയുമാണ് ചെയ്തത്. 1 പൗണ്ട് എന്ന് പറയുന്നത് ഏകദേശം 90 രൂപയോളം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാം അത് എത്രത്തോളം ഉണ്ടാകുമെന്ന്. ഇതിനു പുറമെ 2013 ഓസ്കാറിനോളം വിലമതിക്കുന്ന അദ്ദേഹത്തിൻ്റെ വാലന്റിയോർ ലേലത്തിന് വെക്കുകയും അതിൽ നിന്ന് ലഭിച്ച 5,30,000 പൗണ്ട് രോഗികളായ കുട്ടികളെ ചികിത്സിക്കുന്ന മേക്ക് എ വിഷൻ എന്ന സംഘടനയിലേക്ക് ഡൊണേറ്റ് ചെയ്യുകയാണ് അദ്ദേഹം ചെയ്തത്. ഇതിനെല്ലാം പുറമെ അദ്ദേഹത്തിന് ലഭിക്കുന്ന 40,000 പൗണ്ട്, 50,000 പൗണ്ട് പോലെയുള്ള ബോണസുകളെല്ലാം അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സഹ കളിക്കാർക്ക് നൽകുകയാണ് അദ്ദേഹം ചെയ്യാറുള്ളത്. കൂടാതെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശരീരത്തെ ക്ഷേത്രം പോലെയാണ് കൊണ്ടു നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒറ്റ ടാറ്റു പോലും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ അടിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിനുള്ള പ്രധാന കാരണം റൊണാൾഡോ റെഗുലറായി ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാറുണ്ട്. ഇതുകൊണ്ട് തന്നെ ഒരു ടാറ്റു ശരീരത്തിൽ അടിക്കുമ്പോൾ ഈ ഒരു ബ്ലഡ് ഡൊണേഷൻ നടത്തുന്ന വ്യക്തിക്ക് ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്.
അതുകൊണ്ട് തന്നെയാണ് റൊണാൾഡോയുടെ ശരീരത്തിൽ ഒറ്റ ടാറ്റു പോലും നമുക്ക് കാണാൻ സാധിക്കാത്തത്. റൊണാൾഡോയുടെ ഈ ഒരു ജീവിതം എടുത്തു നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും, അദ്ദേഹം വെറും ഒരു ഫുട്ബോൾ കളിക്കാരനല്ല, മറിച്ച് ഒരു യഥാർത്ഥ മനുഷ്യ സ്നേഹിയാണ്. പണ്ട് ദരിദ്രനായിരുന്ന, അമ്മ കൊണ്ടുവരുന്ന ഭക്ഷണം കഴിക്കാൻ കാത്തിരുന്ന, അത്രയ്ക്ക് ദാരിദ്ര്യം നിറഞ്ഞ ഒരു കുടുംബത്തിൽ ജീവിച്ചിരുന്ന ആ ബാലൻ ഇന്ന് ഫുട്ബോൾ ലോകത്തെ തൻ്റെ കയ്യിലിട്ട് അമ്മാനമാടുകയാണ്. ഇപ്പോൾ റൊണാൾഡോക്ക് തൻ്റെ വീട്ടിൽ നിന്ന് മുൻപോട്ട് നോക്കിയാൽ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ എയർപോർട്ട് കാണാൻ സാധിക്കും. ഈ ഒരു സമ്പാദ്യം മുഴുവൻ പാവപ്പെട്ടവർക്ക് നൽകുകയാണ് ഇന്ന് റൊണാൾഡോ ചെയ്യുന്നത്. കൂടാതെ പട്ടിണിയും ദാരിദ്ര്യമായി അലഞ്ഞു തിരിഞ്ഞ് കഷ്ടപ്പെട്ട ആ ഒരു ബാലൻ ഇന്ന് പാവങ്ങളായ ജനങ്ങളുടെ പട്ടിണി മാറ്റുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എങ്ങനെ ജനിച്ചു എന്നതിലല്ല കാര്യം, മരിക്കുന്നതുവരെ എന്തൊക്കെ നേടി, അല്ലെങ്കിൽ നമ്മളെക്കൊണ്ട് ആരൊക്കെ സഹായിക്കാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ ആർക്കൊക്കെ വേണ്ടി ജീവിച്ചു എന്നതിലാണ് കാര്യം. നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ജനഹൃദയങ്ങളിൽ ക്രിസ്ത്യാനോക്കുള്ളൊരു വലിയൊരു സ്ഥാനം തന്നെയാണ്. അതിനുള്ള ഉദാഹരണമാണ് ഈ അടുത്തൊരു യൂട്യൂബ് ചാനൽ ക്രിസ്ത്യാനോ തുടങ്ങിയത്. ആ ഒരു ചാനലിൽ തന്നെ നോക്കുകയാണെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് അലയടിക്കുകയാണ്. ഇതൊന്നും പണം കൊടുത്ത് വാങ്ങിയതല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ സ്നേഹം കൊടുത്ത് വാങ്ങിയതാണ്. സ്നേഹവും കരുതലും കൊണ്ടാണ് ഇന്ന് അദ്ദേഹം ഇങ്ങനെയൊരു സ്ഥാനത്തെത്തി നിൽക്കുന്നത്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.